ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈക്കും ഷെയറും മാത്രം മതിയോ? അതോ അതിൽ നിന്ന് ശരിക്കും കാശുണ്ടാക്കണോ? എങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫേസ്ബുക്ക് പണം തരുന്നത് വെറുതെ എത്ര പേര് നിങ്ങളുടെ പോസ്റ്റ് കണ്ടു എന്നതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാ? നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ. അപ്പോൾ ഈ പെർഫോമൻസ് അളക്കാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്കുണ്ട്, ക്വാളിഫൈഡ് വ്യൂ. എന്താണിത്? വളരെ സിമ്പിളാണ്. പണം കിട്ടാൻ യോഗ്യമായ എല്ലാ നിബന്ധനകളും പാലിക്കുന്ന ഓരോ വ്യൂവിനെയും നമുക്ക് ക്വാളിഫൈഡ് വ്യൂ എന്ന് വിളിക്കാം. ഇത് ശരിക്കും നിങ്ങളുടെ വരുമാനത്തിലേക്കുള്ള ഒരു മാന്ത്രിക താക്കോല് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫൈഡ് വ്യൂസും വരുമാനവുമൊക്കെ എങ്ങനെ കൂട്ടാം? അതിന് സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് വാച്ച് ടൈം, അതായത് ആളുകൾ എത്ര നേരം നിങ്ങളുടെ കണ്ടന്റ് കാണുന്നു എന്നുള്ളത്. സമയം കൂടുന്തോറും വരുമാനവും കൂടും. രണ്ടാമത്തത് എൻഗേജ്മെന്റ്, റിയാക്ഷൻസ്, കമന്റ്സ്, ഷെയർസ്. ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്കെത്തും. മൂന്നാമത്തത് ഗ്ലോബൽ റീച്ച്, അതായത് ലോകത്തെവിടെ നിന്നാണ് ആളുകൾ കാണുന്നത് എന്നതിനനുസരിച്ച് വരുമാനത്തിൽ മാറ്റം വരാം. ഇനി നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒറിജിനാലിറ്റി. നിങ്ങളുടെ സ്വന്തം തനതായ കണ്ടന്റിനാണ് ഫേസ്ബുക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണം കിട്ടാനുള്ള വഴികളൊക്കെ സംസാരിച്ചു. പക്ഷേ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യൂസിന് പണം കിട്ടാണ്ടും വരാം. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? അത് മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ചിലത് ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ അറിയാതെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ പണം വരാനുള്ള പേ ഔട്ട് അക്കൗണ്ട് ശരിയായി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ പണം കിട്ടില്ല. ഇനി വേറെ ചില കാരണങ്ങളുണ്ട്. അത് ഫേസ്ബുക്കിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ഏതെങ്കിലും പോളിസി നമ്മൾ ലംഘിച്ചാൽ, അല്ലെങ്കിൽ കോപ്പിറൈറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ ആ വ്യൂസ് ഒന്നും ക്വാളിഫൈഡ് ആവില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ടന്റിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായി, നിങ്ങളുടെ പോസ്റ്റ് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. രണ്ടാമത്, വേറൊരാളുടെ പേജിൽ നിന്ന് നേരെ ക്രോസ് പോസ്റ്റ് ചെയ്താലും അത് കണക്കിൽ വരില്ല. കണ്ടന്റിന്റെ നീളവും പ്രധാനമാണ്. 10 സെക്കൻഡിൽ താഴെയുള്ള കണ്ടന്റിനോ അല്ലെങ്കിൽ ആളുകൾ 5 സെക്കൻഡിൽ താഴെ മാത്രം കണ്ട വീഡിയോക്കോ പണം കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോയുടെ ആദ്യത്തെ കുറച്ച് സെക്കൻഡ് ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ നിയമങ്ങളൊക്കെ കേട്ട് തല കറങ്ങുന്നുണ്ടോ? പേടിക്കണ്ട. ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഫേസ്ബുക്ക് തന്നെ നമുക്ക് പുതിയ ചില ടൂളുകൾ തരുന്നുണ്ട്. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കൃത്യമായി അറിയാനും അതിനനുസരിച്ച് പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനും ഈ ടൂളുകൾ നമ്മളെ സഹായിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിഫൈഡ് വ്യൂ, അതായത് പണം കിട്ടാൻ യോഗ്യതയുള്ള എത്ര വ്യൂസ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കറക്റ്റ് കണക്ക്. ഇനി രണ്ടാമത്തേത് നോക്കൂ, ഏർണിംഗ്സ് റേറ്റ്. ഇതിന്റെ അർത്ഥം ക്വാളിഫൈഡ് ആയ ഓരോ 1000 വ്യൂസിനും നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും അറിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ റൂൾസ് അറിയാം. അത് അളക്കാനുള്ള ടൂൾസും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ എല്ലാ മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ കാശുണ്ടാക്കാം, അല്ലേ? അതിനുള്ള ചില കിടിലൻ വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള ഒരു 5 പരിപാടി ഇതാ. 1. എല്ലാ ഫോർമാറ്റിലും ഒരു കൈ നോക്കുക. റീൽസ് മാത്രം പോരാ, സ്റ്റോറീസ്, ഫോട്ടോസ്, ടെക്സ്റ്റ് എല്ലാം നിങ്ങളുടെ ഏർണിംഗ്സ് കൂട്ടാൻ സഹായിക്കും. 2. എപ്പോഴും ഒറിജിനൽ കണ്ടന്റിന് മുൻഗണന കൊടുക്കുക. 3. വാച്ച് ടൈം കൂട്ടാനുള്ള വഴികൾ നോക്കുക. ആളുകളെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന കണ്ടന്റ് ഉണ്ടാക്കുക. 4. നല്ലൊരു എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഫോളോവേഴ്സുമായി സംസാരിക്കുക, കമന്റുകൾക്ക് മറുപടി കൊടുക്കുക. അവസാനമായി 5ാമത്തെ കാര്യം, നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക. അവർക്ക് എന്താണിഷ്ടമെന്ന് മനസ്സിലാക്കി കണ്ടന്റ് ഉണ്ടാക്കിയാൽ അവർ നിങ്ങളെ വിട്ടുപോകില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ ഒരു വാചകം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ സ്വന്തം ശബ്ദവും കാഴ്ചപ്പാടുമാണ് നിങ്ങളുടെ കണ്ടന്റിനെ സ്പെഷ്യലാക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു ഒറിജിനാലിറ്റി തന്നെയാണ് അവസാനം നിങ്ങൾക്ക് വരുമാനവും കൊണ്ടുതരുന്നത്. പണം സമ്പാദിക്കാനുള്ള വഴി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി കളത്തിലിറങ്ങേണ്ടത് നിങ്ങളാണ്. ഈ പുതിയ അറിവൊക്കെ വെച്ച് അടുത്തതായി എന്ത് കിടിലൻ കണ്ടന്റാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സാധ്യതകൾക്കൊരു പരിധിയുമില്ല.